മുൻവശത്തെ ഡോറ് ലോക്കാണെന്ന് കണ്ട് കോളിംഗ് ബെല്ല് അമർത്തി നീരജ അക്ഷമയോടെ കാത്തുനിന്നു. ഡോറ് തുറന്നു വന്നത് ലക്ഷ്മിയമ്മയാണ്. നീരജയെ കണ്ടപ്പോൾ ചിരിക്കണോ വേണ്ടിയോ എന്ന് ആശയക്കുഴപ്പത്തിലായിരുന്നവർ. നീരജയോ? അകത്തേക്ക് വരൂ. ഒരു നിമിഷം ആലോചിച്ച ശേഷം ലക്ഷ്മിയമ്മ നീരജയെ അകത്തേക്ക് ക്ഷണിച്ചു. നീളെവിടെ? മുഖം കറുപ്പിക്കാതെ തന്നെ ലക്ഷ്മിയമ്മയോട് നീരജ് ചോദിച്ചു. ഉണർന്നിട്ടില്ല, ലക്ഷ്മിയമ്മ അലസമായി പറഞ്ഞു. ഇത്ര നേരൊക്കെ അവൾ കിടന്നുറങ്ങോ ഇവിടെ എന്ന് ചോദിച്ച് നീരജ് സ്റ്റെയർ കയറാൻ ഒരുങ്ങി. മുകളിലല്ല നീരജെ, നീള ഈ മുറിയില്ല, നീരജയുടെ പിന്നിൽ നിന്നും ലക്ഷ്മിയമ്മ പറഞ്ഞു. അത് കേട്ട് ധൃതിയിൽ കയറിയ പടികൾ തിരികെ ഇറങ്ങിക്കൊണ്ട് നീരജ് സംശയത്തോട് ലക്ഷ്മിയമ്മയെ നോക്കി. വരൂ എന്ന് പറഞ്ഞ് ലക്ഷ്മിയമ്മ മുന്നിൽ നടന്നു. നിലയുടെ റൂമിന് മുന്നിൽ ചെന്ന് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. ഡോറ് ലോക്ക് ചെയ്ത് തുറങ്ങരുതെന്ന് ലക്ഷ്മിയമ്മയാണ് അവളോട് പറഞ്ഞത്. അവൾക്ക് എന്തെങ്കിലും വയ്യായിക വന്നാൽ ഓടിച്ചെല്ലാമല്ലോ. നീരജ നോക്കുമ്പോൾ നിള നല്ല ഉറക്കത്തിലാണ്. നിളേ നിളേ, ദേ നിന്റെ അമ്മ വന്നിട്ടുണ്ട്. ലക്ഷ്മിയമ്മ അവളെ തട്ടി വിളിച്ചു. അവൾ കണ്ണുകൾ തിരുമ്മി തുറന്ന് മടിയോടെ കണ്ണ് തിരുമ്മി എഴുന്നേറ്റു. നിങ്ങൾ സംസാരിക്ക്, ഞാൻ കുടിക്കാനെടുക്കാം. അതും പറഞ്ഞ് ലക്ഷ്മിയമ്മ അവിടുന്ന് മാറിക്കൊടുത്തു. എന്തുറക്കാ നിലയത്, നേരെ ഉച്ചയായല്ലോ. ശ്രീയുടെ അമ്മ എന്ത് കരുതി കാണും? നീരജ മകളെ കുറ്റപ്പെടുത്തി. എൻ്റെ അമ്മ, ഞാൻ നേരത്തെ ഉണർന്നതാ. എണീറ്റപ്പോൾ തൊട്ട് ഭയങ്കര വെമിറ്റിങ്, തളർന്നു പോയി. അങ്ങനെ ഒന്ന് കിടന്നപ്പോൾ ഉറങ്ങിപ്പോയി. നില കോട്ടുവായിട്ട് കൊണ്ട് പറഞ്ഞു. നീരജ മൂളി. നീ എന്ത് ഈ മുറിയിൽ കിടന്നേ? നിന്റെ റൂം മുകളിലല്ലേ? നീരജ തിരക്കി. സ്റ്റെപ്പ് കയറി ഇറങ്ങുന്ന ബുദ്ധിമുട്ടോർത്ത് ഞാനായിട്ട് ഇങ്ങോട്ട് മാറിയതാ, അവൾ നീരജയെ നോക്കാതെ പറഞ്ഞു. ശ്രീയോട് ചോദിക്കാനാണോ അമ്മ വന്നതെന്ന സംശയം അവൾ അലട്ടി. അല്ല, അച്ഛൻ്റെ കാര്യം എന്തായി? ജാമ്യം കിട്ടിയോ? അവൾ വിഷയം മാറ്റിക്കൊണ്ട് തിരക്കി. നീരജയുടെ മുഖം പാടി. കിട്ടിയില്ലല്ലേ? നീരജയുടെ മുഖഭാവത്തിൽ നിന്ന് നീളം ഊഹിച്ചെടുത്തു. എങ്ങനെ കിട്ടാനാ? സ്വന്തം മരുമകൻ തന്നെയല്ലേ നരേട്ടനെതിരെ സാക്ഷി പറഞ്ഞത്? നീരജ ഇഷ്ടക്കേടോടെ പറഞ്ഞു. എനിക്ക് ശ്രീയെ പിന്തിരിപ്പിക്കണം എന്നൊക്കെ ഉണ്ടമ്മ, പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് ശ്രീ കേൾക്കാറില്ല, എന്നെ പോലും മൈൻഡ് ചെയ്യാറില്ല. അമ്മയോട് ഇതേപറ്റി സൂചിപ്പിച്ചപ്പോൾ അവരും കയ്യയക്കുകയാണ് ചെയ്തത്, നീള പറഞ്ഞു. എന്ന് കരുതി എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ അവൻ്റെ പ്രശ്നം എന്താണെന്ന്. നരേട്ടൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ഞാൻ അവനോട് ചോദിക്കട്ടെ, നീരജ അമർഷത്തോടെ പറഞ്ഞു. നിലയൊന്ന് ഞെട്ടി. വേണ്ട അമ്മേ, ഇപ്പൊ നമ്മളോടുള്ള വെറുപ്പ് വെറുതെ എന്തിനാ നമ്മളായിട്ട് കൂട്ടുന്നേ? നിള പറഞ്ഞു നോക്കി. എല്ലാം കൊണ്ടും അവൻ നമ്മളെയൊക്കെ വെറുതെ കഴിഞ്ഞില്ലേ, ഇനിയും മിണ്ടാതെ എന്നിട്ട് എന്ത് കാര്യം? അവൻ എവിടെ? ഇവിടെ ഇല്ലേ? അല്പം ഗൗരവത്തോടെ നീരജ് ചോദിച്ചു. മോളിലാ, എണീറ്റുണ്ടാവില്ല, അവൾ വെറുതെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒരു മുറിയിലല്ലേ താമസം? നീരജയുടെ ശബ്ദം മുറുകി. നിള നെറ്റിയൊന്നൊഴിഞ്ഞു. നീരജയും ശ്രീയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കാനുള്ള ശ്രമത്തിലായിരുന്നവള്. ഇന്നിതിനൊരു തീരുമാനം എനിക്ക് അറിയണം. വേണ്ട വേണ്ടാന്ന് വെക്കുന്തോറും അഹങ്കാരം കൂടുവാ, നീരജ കലിയോടെ പറഞ്ഞു. നീരജെ, ജ്യൂസ് കുടിക്ക്. ലക്ഷ്മിയമ്മ ജ്യൂസുമായി വന്നു. നിങ്ങൾക്ക് ഇതിലൊന്നും പറയാനില്ലേ? ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? നീരജ് ലക്ഷ്മിയമ്മയോട് തട്ടിക്കയറി. ലക്ഷ്മിയമ്മ നെറ്റിച്ചു വിളിച്ചു. നിങ്ങളുടെ മകൻ ഇതെന്ത് ഭാവിച്ചാ? എൻ്റെ മോൾ ഇവിടെ ഒത്തിരി വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഗർഭിണിയായ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭർത്താവിന്റെ സാമീപ്യമാണ്. അതുപോലെ ഓർക്കാതെ അവളിട്ടിട്ട് നിങ്ങളുടെ മകൻ മാറിക്കിടക്കുന്നതിൽ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? നീരജ ചോദിച്ചു. അവളെ ഈ വീട്ടിൽ കഴിയാൻ അനുവദിക്കുന്നത് തന്നെ ഞങ്ങളുടെ നല്ല മനസ്സാ നീരജെ, ലക്ഷ്മിയമ്മ പറഞ്ഞു. അതിനർത്ഥം എന്താ? എന്റെ മോൾ കൊള്ളില്ലെന്നോ? എവിടെ അവൻ, നിങ്ങളുടെ മോന്? എനിക്ക് അവനോടാ ചോദിക്കാനുള്ളത്. ലക്ഷ്മിയമ്മയെ തള്ളി മാറ്റി നീരജ മുകളിലേക്ക് ഓടിക്കേറി. നെഞ്ചിരിപ്പോടെ നിളയും പിറകെ പോയി. ശ്രീ മുറിയിൽ നിന്നും ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. നീരജ പാഞ്ഞു ചെന്ന് ആ ഫോണ് വാങ്ങി ബെഡിലേക്ക് എറിഞ്ഞു. നിങ്ങൾ ഇതെന്തോന്നാ ഈ കാണിക്കുന്നേ? ശ്രീ ഈർഷ്യയോടെ തിരക്കി. അതാടാ എനിക്കും ചോദിക്കാനുള്ളേ, നീ എന്തൊക്കെയാടാ ഈ കാണിക്കുന്നേ? എന്റെ മോൾ ആരാടാ? നിന്റെ കളിപ്പാവയോ? നീരജ അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. സമാധാനപരമായി എല്ലാം സംസാരിച്ച് തീർക്കണമെന്ന് കരുതിയാണ് നീരജ വന്നതെങ്കിലും ശ്രീയെ കണ്ടപ്പോൾ അവർക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. നീ മാറി നിൽക്കുന്നില്ലേ? ഇഷ്ടമാണെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച് അവൾക്കൊരു കുഞ്ഞിനെയും കൊടുത്തിട്ട് എന്റെ മോൾ ഒഴിവാക്കാൻ നോക്കുന്നോടാ. തടയാമെന്ന നീളയെ മാറ്റി നിർത്തി നീരജ ശബ്ദം ഉയർത്തി. എന്നെ ചതിച്ച് കല്യാണം കഴിച്ച് ഇവളെ പിന്നെ ഞാൻ പൂവിട്ട് പൂജിക്കണോ? തന്റെ കോളറിൽ മുറുകുന്ന നീരജയുടെ കൈകൾ തട്ടിയെറിഞ്ഞുകൊണ്ട് അവൻ ചീറി. നിന്നെ ആര് ചതിച്ചെന്നാ ഈ പറയുന്നേ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് തുള്ളാൻ നിന്നാ നിനക്ക് നിന്റെ ജീവിതം തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് ആരുടെയും വാക്ക് ചെവികൊള്ളാതെ ഭാര്യയും കുഞ്ഞിനെയും നോക്കി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം, നീരജ പറഞ്ഞു. ശ്രീ ചുണ്ടുകൂട്ടി. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ടല്ല, എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഇവൾ ആരാണെന്ന്.
എന്നെ ചതിച്ച് എന്റെ മോഹങ്ങൾ ഇല്ലാതാക്കി വിവാഹം കഴിച്ച ഇവളെ ഞാനിനി എനിക്കൊപ്പം പൊറപ്പിക്കൂന്ന് ആരും കരുതണ്ട. ചെയ്തു കൂട്ടിയതിനൊക്കെ എണ്ണി എണ്ണി പകരം ചോദിക്കുന്നുണ്ട് ഞാൻ. അവൻ ദേഷ്യത്താൽ മുഴണ്ടു. പിന്നെ കുഞ്ഞ്, അതിനെ ഞാൻ എന്റെ കുഞ്ഞായിട്ട് അംഗീകരിച്ചിട്ട് പോലുമില്ല, ഇനി അംഗീകരിക്കുകയില്ല. ഇവരുടെ വയറ്റിൽ കിടക്കുന്ന ഒരു ഒറ്റ കാരണം കൊണ്ട് ആ കുഞ്ഞും എനിക്ക് ശത്രുവാ. ശ്രീ വീറോടെ പറഞ്ഞു. ഛേ, നാണമില്ലല്ലോ നിനക്ക്. നിന്റെ ചോരയാണ് ആ കുഞ്ഞ്, അവൻ അംഗീകരിക്കില്ല പോലും. നീരജ ചുണ്ടുകൂട്ടി പൂച്ചത്തോടെ പറഞ്ഞു. എന്റെ ചോരയാണെങ്കിലും അത് വളരുന്നത് ഈ നശിച്ചവളുടെ വയറ്റിലല്ലേ. അവൻ ഒച്ചയെടുത്തു. നീരജയ്ക്ക് നിയന്ത്രണം വിട്ടു. നരേന്ദ്രനോട് ചെയ്തതെന്ന് നിലയോട് ചെയ്യുന്നതുമൊക്കെ ഓർത്ത് സമനില തെറ്റിപ്പോകുമെന്ന് തോന്നിയ നിമിഷത്തിൽ നീരജ മരുമകന്റെ കരണത്തടിച്ചു. നീരജ്, എന്തിന്റെ പേരിലാ നീ എന്റെ മോനെ തല്ലിയത്? അത് കണ്ടുവന്ന ലക്ഷ്മിയമ്മ ഇടപെട്ടു. എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? പ്രേമാണെന്നൊക്കെ പറഞ്ഞ് എന്റെ മോളെ കല്യാണം കഴിച്ചിട്ട് അവനിപ്പോ അവളെ വേണ്ട, അവളുടെ ചേച്ചിയെ വേണമെന്ന്. ഇങ്ങനെയുള്ളവന്മാർക്ക് നല്ല തല്ല് കൊടുത്താൽ തീരാവുന്ന സൂക്കട ഇവനൊക്കെ ഉള്ളൂ. നീരജ പല്ലുകൾ കടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു. അതെ, എനിക്കിവിടെ വേണ്ട. എനിക്ക് വേണ്ടത് ഇവളുടെ ചേച്ചിയാ. കാരണം ഞാൻ സ്നേഹിച്ചതും എന്നെ സ്നേഹിച്ച് ഈ നിലയിലെത്തിച്ചതും എന്റെ മീരയാണ്. ഇവളോ, അതൊക്കെ ഇവളാണ് ചെയ്തതെന്ന് പറഞ്ഞെന്നെ ചതിക്കുപോലെ ചെയ്തത്. ശ്രീയുടെ ആരോപണം കേട്ട് നീരജ് ഞെട്ടി. അവര് മകളെ നോക്കി. സത്യമാണോ എന്നൊരു ചോദ്യം പോലെ. അവൾ ഉടനടി സത്യമല്ലെന്ന് തല ചലിപ്പിച്ചു. ആരോ പറഞ്ഞത് കേട്ടിട്ടാ ശ്രീ നീ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നേ. നിരപരാധിയാണ്. നീരജ മകൾക്ക് വേണ്ടി വാദിച്ചു. അല്ല, ഇവള് നിരപരാധിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനിയെങ്കിലും കണ്ണു തുറന്നൊന്ന് ചുറ്റും നോക്ക്. നിങ്ങൾക്ക് ഇത്തിരി പോലും ബുദ്ധിയില്ലേ? ദേ, ഈ നിൽക്കുന്നവളും ഇവളുടെ തന്തയും കൂടി നിങ്ങളെ വിഡ്ഢിയാക്കുവാ. എത്ര കാലം ഇങ്ങനെ ഒന്നും അറിയാത്തൊരു വിഡ്ഢിയെ പോലെ കഴിയും? ഞാനും ഇവിടേക്ക് വാക്ക് കേട്ട് ചതിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് പറയുക, സത്യം മനസ്സിലാക്കാതെയുള്ള നിങ്ങളുടെ ഈ എടുത്തുചാട്ടം ആദ്യം നിർത്ത്. ഇന്നലെ നിങ്ങൾ മീരയ്ക്കെതിരെ ഘോരഘോരം പ്രസംഗിച്ചല്ലോ. അതൊക്കെ ഓർത്ത് നിങ്ങൾ പൊട്ടിക്കരയുന്ന ഒരു ദിവസം വരും. മീരയുടെ നിരപരാധിത്വം തെളിയുന്ന ദിനം ഇനി വിദൂരല്ല. അവൻ ആവേശത്തോടെ പറഞ്ഞു. ആദ്യം നീ നിന്റെ ഭാര്യയുടെ നിരപരാധിത്വം അറിയാൻ ശ്രമിക്കും. നീരജ അരിശത്തോടെ പറഞ്ഞു. ഇവള് നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള അവസരം ഞാൻ അവൾക്ക് കൊടുത്തതാ. ദാ ഇപ്പോഴും കൊടുക്കാം. അവളോട് തെളിയിക്കാൻ പറ. ശ്രീ വെല്ലുവിളിച്ചു. അമ്മേ, ഇങ്ങോട്ട് വന്നേ. നിള നീരജയെ പിടിച്ചു വലിച്ചു. ആ, നീ എന്തിനാ നിള വെപ്രാളപ്പെടുന്നേ? അവര് സംസാരിക്കട്ടെ. എത്ര കാലം വെച്ചിട്ടാ നീ നിന്റെ അച്ഛനും കൂടി നീരജ ഇങ്ങനെ പൊട്ടം കളിപ്പിക്കും? ലക്ഷ്മിയമ്മ ചോദിച്ചു. നിള നിന്ന് വിയർത്തു. കണ്ടില്ലേ, തെളിയിക്കാൻ പറഞ്ഞപ്പോ അവള് തണി തപ്പാൻ നോക്കുന്നത്. ഇനി നിന്റെ കള്ളക്കളി നടക്കില്ല നിള. ഇന്ന് നിന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ട് നീ പോയാ മതി. ശ്രീക്ക് വാശിയായി. നീരജ പുച്ഛത്തോടെയാണ് അവന്റെ വാക്കുകൾ കേട്ടു നിന്നത്. ശ്രീ നേരെ പോയി ഷെൽഫിൽ സൂക്ഷിച്ച കത്തുകൾ എടുത്തു വന്നു. നിള നിന്ന നിൽപ്പിൽ വിയർത്തു കുളിച്ചു. ഇത് ഞാൻ സ്നേഹിച്ചവൾ, എന്നെ സ്നേഹിച്ചവൾ എനിക്ക് എഴുതിയ കഥകളാ. ഈ അക്ഷരങ്ങളുടെ ഉടമയാ ഞാൻ സ്നേഹിച്ചത്. ഇതേ കൈപ്പടയിൽ ഇവളൊന്ന് എഴുതി കാണിച്ചാൽ മാത്രം മതി, ഞാൻ ഇവളെ വിശ്വസിക്കാം. ശ്രീ ഉറപ്പ് നൽകി. നീരജ അതിലൊരു എഴുത്ത് തുറന്നു നോക്കി. ആ കൈപ്പട കണ്ണ് ഞെട്ടിപ്പോയി. ആ വരികളിലൂടെ അവിശ്വസനീതിയോടെ നീരജ കണ്ണോടിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇവളുടെ കൈപ്പടയാണെന്ന് ഒരു ഉറപ്പ് തന്നാൽ മാത്രം മതി. പെറ്റമ്മക്ക് അറിയാതിരിക്കില്ലല്ലോ മക്കളുടെ കൈപ്പട. ശ്രീ പുച്ഛത്തോടെ പറഞ്ഞു. നിങ്ങൾ ഉറപ്പ് തന്ന ആ നിമിഷം ഞാൻ ഇവളുടെ കാലിൽ വീണ് മാപ്പ് പറയും. ഇവളെയും കുഞ്ഞിനെയും സന്തോഷത്തോടെ സ്വീകരിക്കും. പൊന്നുപോലെ നോക്കാം ഇനിയുള്ള കാലം. പക്ഷേ സത്യസന്ധമായി നിങ്ങൾ പറയണം, ഈ കൈപ്പട ഇവളുടേത് തന്നെയാണെന്ന്. ശ്രീക്ക് ആത്മവിശ്വാസം കൂടി. നീരജയുടെ എല്ലാ ശക്തിയും ചോർന്നു പോയി. അതുവരെ ഉണ്ടായിരുന്ന ഉശിരൊന്നും അവൾക്കിപ്പോൾ ഇല്ല. നീരജ എഴുത്തിലേക്ക് നോക്കി. അതാരുടെ കൈയക്ഷരമാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് പ്രയാസമൊന്നും ഉണ്ടായില്ല. ആ എഴുത്തിലൂടെ അവർ കണ്ണുകൾ ചലിപ്പിച്ചു. തേനൊലിപ്പിക്കുന്ന പഞ്ചാരവാക്കുകളില്ല, പുളകും കൊള്ളിക്കുന്ന പ്രണയസല്ലാപങ്ങളില്ല. വളരെ പക്വമായ എഴുത്ത്. ആ കത്തിൽ അവളുടെ പ്രണയമുണ്ടായിരുന്നു. ശുദ്ധമായ വാക്കുകളിൽ അവളത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവന്റെ ഉയർച്ച ആഗ്രഹിക്കുന്ന ഒരു പ്രണയിനിയെ നീരജ കത്തിൽ കണ്ടു. അതിലവന് വേണ്ട ഉപദേശങ്ങളുണ്ട്. അവന് ധൈര്യം പകരുന്നുണ്ട്. അവനെ ശക്തമായി പിന്തുണക്കുന്നുണ്ട്. അവളുടെ പ്രണയത്തെക്കാൾ ഉപരി ആ കത്തിൽ നിറഞ്ഞു നിന്നതും അതൊക്കെ തന്നെയാണ്. കത്ത് വായിച്ച് തീർന്നപ്പോൾ നീരജയുടെ കണ്ണുകൾ നിറഞ്ഞു. മീരയെ ആക്ഷേപിച്ച ഓരോ സന്ദർഭങ്ങളും കൺമുന്നിൽ തെളിഞ്ഞു. കണ്ണിൽ നിറഞ്ഞ നീർത്തുള്ളികൾ അവരുടെ കവിളിനെ നനച്ചു. താൻ വളർത്തിയ മകൾ വഴിപിഴച്ച് പോയിട്ടില്ലെന്ന് ആ ഒരൊറ്റ കത്ത് കൊണ്ടവർക്ക് തോന്നി തുടങ്ങി. നീരജയ്ക്ക് തലചുറ്റും പോലെ തോന്നി. ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീരജായ എടുത്ത് മാറോട് ചേർത്ത് കണ്ണടച്ച് ഭിത്തിയിലേക്ക് ചാരി നിന്നു. നിളഭയത്തോടെയാണ് അമ്മയെ നോക്കി നിന്നത്. നീരജയുടെ പ്രതികരണം എന്തെന്നറിയാൻ നെഞ്ചിരിപ്പോടെയാണ് അവൾ നിന്നത്. നീരജയ്ക്ക് ഇതിനോടകം കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടെന്ന് അവൾക്കറിയാം. പക്ഷെ നീരജയുടെ പ്രതികരണം വായിക്കുന്നത് അവളുടെ ആദ്യ കൂട്ടുന്നുണ്ടായിരുന്നു. അവൾ ദയനീയമായി ശ്രീയെ നോക്കി. അവന്റെ ചുണ്ടിൽ വിജയിച്ചവന്റെ ചിരിയാണ്. അവൾക്കത് കണ്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത്.
ഡീ ഒട്ടുമായമില്ലാതെ നീരജയുടെ വിളി കേട്ടാണ് ശ്രീ നിളയിൽ നിന്ന് നോട്ടം മാറ്റിയത്. അവൾ നോക്കുമ്പോൾ നീരജ് അവൾക്ക് നേരെ വരികയാണ്. നിള ആശങ്കയോടെ ആ വര ഉറ്റുനോക്കി. എന്താടി ഇത്? ആ എഴുത്ത് അവൾക്ക് നേരെ നീട്ടി വിറച്ചുകൊണ്ടുള്ള നീരജയുടെ ചോദ്യം കേൾക്കുമ്പോൾ അവളുടെ കൈകാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. അത് അമ്മേ. അവൾ ഭയത്താൽ ഉണുനീരിറക്കി. നീരജയ്ക്ക് അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. മറ്റൊന്നും ചിന്തിക്കാതെ നീരജ് അവളെ തലങ്കും വിലങ്ങും തല്ലി. നിള കരയുന്നുണ്ട്. ആദ്യമൊന്നും ലക്ഷ്മിയമ്മ അനങ്ങിയില്ല. നീരജയുടെ അടിയുടെ ശക്തിയിലും അവളുടെ കരച്ചിലിന്റെ ശബ്ദവും കൂടി വന്നതോടെ ലക്ഷ്മിയമ്മ ഇടപെട്ടു. അമ്മ എന്തിനാ പിടിച്ചു മാറ്റുന്നേ? അവരമ്മയും മോളും തമ്മിൽ എന്തോ ആയിക്കോട്ടെ, നമ്മൾ അതിൽ ഇടപെടണ്ട. അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഇതൊക്കെ കിട്ടേണ്ടത് തന്നെയാ. അവള് ചെയ്ത് കൂട്ടിയതൊക്കെ വെച്ച് നോക്കുമ്പോ ഈ കിട്ടിയതൊന്നും ഒന്നുമല്ല. അവർക്കിടയിൽ കയറി അമ്മയെ പിടിച്ചു മാറ്റിക്കൊണ്ട് ശ്രീ പറഞ്ഞു. ലക്ഷ്മിയമ്മ അവനെ കൂർപ്പിച്ചു നോക്കി. അവൻ പറയുന്നത് ശരിയാണെങ്കിലും ഇടപെടാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമായി പോയില്ലോ. നിന്നെപ്പോലെ അങ്ങനെ ചിന്തിച്ച് മാറി എന്ന് കാഴ്ച കാണാൻ എനിക്ക് പറ്റില്ലല്ലോ. അവളുടെ വയറ്റിലുള്ളത് എന്റെ പേരക്കുഞ്ഞായി പോയില്ലേ? ലക്ഷ്മിയമ്മ കടുപ്പിച്ച് തന്നെയാണ് അവനോടത് പറഞ്ഞത്. അത് കേട്ടിട്ടും കേൾക്കാത്ത ഭാവത്തിൽ നീരജ മകളെ തല്ലുന്നത് അവൻ കണ്ട് ആസ്വദിച്ചു. അത് കാണുമ്പോഴൊക്കെ രാജവന് കാട്ടിക്കൊടുത്ത മീരയുടെ വീഡിയോ ആണ് അവൻ ഓർത്തത്. അതിൽ അവൾ അനുഭവിച്ചതൊക്കെ അവൾ തന്നെ പറയുന്നത് ഓർത്തെടുത്ത് പ്രതികാര ബുദ്ധിയോടെ നിലയുടെ കണ്ണുനീര് അവൻ ആസ്വദിച്ചത്. നീരജ് മതി, നിർത്ത്. ലക്ഷ്മിയമ്മ ഇടയിൽ കയറി നീരജയെ പിടിച്ചു മാറ്റി. നീരജ കലിയടങ്ങാതെ വീണ്ടും അവളെ തല്ലാൻ വന്നതും ലക്ഷ്മിയമ്മ അവരെ പിടിച്ചു വെച്ചു. മാറി നിൽക്ക്, ഇനി ഞാനിവിടെ കൊല്ലും. നീരജ ദേഷ്യത്താൽ വിറക്കുകയായിരുന്നു. നീ എന്ത് ഭ്രാന്ത ഈ പറയുന്നേ? ഈ അവസ്ഥയിൽ അവളെങ്ങനെ ആദ്യം പിടിപ്പിക്കാതെ അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം നീ മറന്നോ? അതിന് ദോഷം വരുന്ന ഒന്നും ഞാൻ സമ്മതിക്കില്ല ഇവിടെ. അതിനൊരു ആപത്തുമില്ലാതെ ആദ്യം കൈ കെട്ടട്ടെ, അത് കഴിഞ്ഞു മതി തല്ലലും കൊല്ലലും. രക്ഷക്കായി എത്തിയ ലക്ഷ്മിയമ്മയോട് തോന്നിയ കൂറ് അവരുടെ അവസാന വാചകം കേട്ട് നിമിഷ നേരം കൊണ്ട് നിലയുടെ മനസ്സിൽ അമർഷം നിറച്ചു. എന്താണ് അമ്മായിയമ്മേ, മോളോട് പറയേ, എഴുതി കാണിക്കാൻ, നിരപരാധിത്വം തെളിയിക്കാൻ. ശ്രീ അവരെ പൂജിച്ചു. നീരജ നിലയെ നോക്കി ദഹിപ്പിച്ചു. കേട്ടില്ലടി, തെളിയിക്ക്, തെളിയിക്കടി. നീയാണ് ഇവരെ ഈ നിലയിൽ എത്തിച്ചതെങ്കിൽ തെളിയിക്കടി നീ. നീരജ് ക്രോധത്തോടെ അവളുടെ തലയിൽ ശക്തമായി തട്ടി. നിള മുന്നോട്ട് ആഞ്ഞുപോയി. മറുപടി പറയാനാവാതെ അവൾ വിമ്മി വിമ്മി കരഞ്ഞു. പറ്റില്ലല്ലേ? എനിക്കറിയാം, നിനക്ക് വേണ്ടിയാണ് ഈ നിമിഷം വരെ ഞാൻ എല്ലാവരോടും തർക്കിച്ചത്. എന്റെ മോളോട് പോലും ഒരു ശത്രുവിനെ പോലെ പെരുമാറിയത്. നിന്റെ കൂടി ജീവിതം ഭദ്രമാക്കാൻ വേണ്ടിയാടി ആ കോടതി മുറിയിൽ എന്റെ മൂത്ത മകൾ ഭ്രാന്തിയാണെന്ന് ഞാൻ വിളിച്ച് കൂവിയത്. എന്നിട്ട് നീ ഒടുക്കം എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോടി. ഇവിടെയൊക്കെ മുന്നിൽ ഉത്തരം പിടിച്ച് നിർത്തിയല്ലോടി നീ ആസത്തെ. കണ്ണീരോടെ പറഞ്ഞുകൊണ്ട് നീരജ അവളുടെ കൈ വേദനയ്ക്ക് വിധമൊന്ന് നുള്ളി വിട്ടു. ലക്ഷ്മിയമ്മ തല്ലാൻ അനുവദിക്കാതെ മുന്നിൽ കയറി നിൽക്കുവാണ്. അമ്മ എനിക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന? എന്നെക്കാളും കൂടുതൽ അമ്മ സ്നേഹിച്ചതും മോമരിച്ചതും അവിടെയല്ലായിരുന്നോ? ചെറുപ്പം തൊട്ടേ എന്നെ രണ്ടാം തരക്കാരായിട്ടല്ലേ അമ്മ കണ്ടിട്ടുള്ളത്? അമ്മക്കൊരു കടുകുമണി കിട്ടിയാൽ പോലും ആദ്യം കൊടുക്കുന്നത് അവൾക്ക് തന്നെയല്ലേ? സ്നേഹത്തിന്റെ കാര്യത്തിലായാൽ പോലും പകുതി പോലും എനിക്ക് തന്നിട്ടില്ലല്ലോ. നിള കണ്ണീരിനിടയിലും പറഞ്ഞു. നീരയ്ക്ക് ദേഷ്യം തോന്നി. അവൾക്ക് വേണ്ടിയാണ് അവൾ പറഞ്ഞത് വിശ്വസിച്ചാണ് മീരയോട് ഒരു ശത്രുവിനെ പോലെ പെരുമാറിയത്. ഇനി ഒരു അക്ഷരം നീ മിണ്ടിയോ? നീരജ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. ഞാൻ മിണ്ടും. എനിക്ക് സ്ത്രീയെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് തന്നെയാ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. എനിക്ക് കിട്ടേണ്ട അമ്മയുടെ സ്നേഹം കൂടി അവൾ തട്ടിയെടുത്തു. എന്റെ പ്രണയം കൂടി അവൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ സ്നേഹിച്ച പുരുഷനെ ഞാൻ സ്വന്തമാക്കി. അതിലെന്താ തെറ്റ്? ഇതൊക്കെ അച്ഛനും അറിയാവുന്ന കാര്യങ്ങളാ. അമ്മ വെറുതെ എന്നെ കുറ്റപ്പെടുത്താതെ. അവൾ മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു. നീരജ് ഞെട്ടിപ്പോയി. നരേട്ടനും കൂടി അറിഞ്ഞിട്ടാണ് അവരുടെ നെഞ്ചു നേറി. നീ എന്താ പറഞ്ഞേ? നിന്റെ പ്രണയെന്നോ? നീ സ്നേഹിച്ച പുരുഷനെന്നോ? നിളയുടെ സംസാരം ശ്രവിച്ചുകൊണ്ടിരുന്ന സ്ത്രീയുടെ പുരുകൻ ചുളിഞ്ഞു. നീ എന്നാടി എന്നെ സ്നേഹിച്ചത്? നിനക്ക് എന്ന് മുതലാ എന്നോട് സ്നേഹം തോന്നിയത്? ഞാൻ നിനക്കൊക്കെ സ്വപ്നം പോലും കാണാത്ത ഉയരത്തിലേക്ക് പറന്ന് പന്തളിച്ചപ്പോഴോ? പണവും പ്രശസ്തിയും വന്ന് ചേർന്നപ്പോഴോ? സ്ത്രീ ചൂടായി. നിലക്ക് ഉത്തരം മുട്ടി. നീരജിപ്പോഴും നില പറഞ്ഞത് കേട്ട ഞെട്ടില്ലാണ്. ശ്രീകുട്ട മതി, അവൾ ടെൻഷൻ അടുപ്പിക്കരുത്. മതി പറഞ്ഞത്.